പുതുക്കിയ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം. ഹല്ലേലൂയ. എൻ്റെ 2-3-4 വാക്യങ്ങൾ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചിലർ വന്ന് യെഹോശാഫാത്തിനോട്, അല്ലെങ്കിൽ വലിയൊരു ജനസമൂഹം കടലക്കരെ നിന്ന്, അരാമിൽ നിന്നും, ഹല്ലേലൂയ, നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന ഹസ്വന്തമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യെഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു എന്ന് കാണാൻ കഴിയും. ഈ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ പുസ്തകം അധ്യായമാണ്. നമ്മളത് പ്രാർത്ഥിക്കുകയും വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനം, ഈ യെഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലെയുള്ള ഇടപെടലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗിക്കാൻ എളുപ്പം, പക്ഷേ ഈ വചനത്തിൽ നിലനിൽക്കാനാണ് ബുദ്ധിമുട്ട്. പലരും ഇത് പറയാറുണ്ട്, പക്ഷെ അവരിൽ ഇത് കാണാനില്ലെന്നുള്ളതാണ്. ഇവിടെ യെഹോശാഫാത്തിന് നേരെ ഒരു വലിയ സൈന്യം, അരാമ്യരും ഒക്കെ വരികയാണ്, മോവാബ്യരും ഒക്കെ വരികയാണ്. അത് യെഹോശാഫാത്തിനോട് അറിയിച്ചപ്പോൾ ജഡികമായ ശക്തികൾ കൊണ്ട് യെഹോശാഫാത്ത് അവരെ നേരിടാൻ ഒരുങ്ങാതെ യെഹോശാഫാത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതാണ് യെഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ യഹൂദിയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഹല്ലേലൂയ. ദൈവമുഖം അന്വേഷിക്കുവാൻ യെഹോശാഫാത്ത് തന്റെ ദേശത്തെയൊക്കെയും, ഹല്ലേലൂയ, വിളിച്ചുകൂട്ടി. സകലരും ദൈവസന്നിധിയിൽ ഉപവാസം ചെയ്യണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ യെഹോശാഫാത്ത് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ന്യായാധിപതി എന്നാണ്. പ്രൈസലോർഡ്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം തീർച്ചയായും നിങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യും എന്ന് യെഹോശാഫാത്തിന്റെ ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. 68-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്ന പോലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവരുടെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു നമ്മൾ വായിക്കുന്നു. എടുത്തു പറഞ്ഞ പോലെ യെഹോശാഫാത്തും തന്റെ കൂടെയുള്ള ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് അവർ ദൈവത്തിന് മുഴക്കാലം അടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അമോര്യരും മോവാബ്യരും അടക്കം കടന്നു വന്ന സകലരും, ഹല്ലേലൂയ, തകർന്ന് തരിപ്പണമാകാൻ കാരണമായി. ഹല്ലേലൂയ. ഇവിടെ ഉപവാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ സമയം ഉപവാസം പോലെ, ഇന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ 21 ദിവസത്തെ 40 ദിവസം ഉപവാസം എന്നൊക്കെ പറഞ്ഞ പേര് വെച്ച് മൈക്ക് കിട്ടി പോസ്റ്റ് അടിച്ച് ഫ്ലെക്സ് അടിച്ച് അവിടെ തല കാണിച്ച് അവർ മൈക്കും പിടിച്ച് നിൽക്കുന്ന, പൊട്ടും സുട്ടും ഇട്ട് നിൽക്കുന്നത് ഒക്കെ കാണിച്ചെങ്കിൽ ഇന്നത്തെ കാലം ഉപവാസ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ പോലും വരത്തുള്ളൂ. പിന്നെ പ്രോഫറ്റ്, പ്രവാചകൻ എന്നൊക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ റവറന്റ്, ഡോക്ടർ എന്നൊക്കെ എഴുതി വെക്കണം, എങ്കിലേ അവർ വരുള്ളൂ. പിന്നെ ആനയിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു വലിയ സന്നാഹം കൂടെ വേണം. അപ്പൊ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയെല്ലാം ഒരു കൗതുകമാണ്, അല്ലേ, ഒരു പ്രകസനമാണ്, അല്ലേ. യഹോശാഫാത്തിന്റെ കാലത്തെ ഉപവാസം എന്ന് പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് തങ്ങൾക്ക് നേരെ കടന്നു വരുന്ന മോവാബ്യരെയും അരാമ്യരെയും ഒക്കെ, അമോര്യരെയും ഒക്കെ തോൽപ്പിക്കുവാൻ ജഡികമായ ശക്തി കൊണ്ട് അവരെ നേരെ എതിരിടാതെ ആത്മീയ ബലത്താൽ പോരാടുവാനുള്ള ഒരു ആത്മശക്തി പ്രാപിക്കുക എന്നുള്ളത് യഹോശാഫാത്തിന്റെ. നമ്മുടെ ഉപവാസമായിട്ടൊരു ബന്ധമില്ല കേട്ടോ, അല്ലേ. സഹോദരൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപവാസം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് വർഷം തോറും ചെയ്തു വരുന്ന, ഞങ്ങൾ വർഷം പോലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വം, ചടങ്ങ, അല്ലേ. അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലാണ് അത്ഭുതം നടക്കുന്നത് കേട്ടോ, അല്ലേ. അപ്പൊ ഇവിടെ ആകെയാൽ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ അന്വേഷിക്കുവാൻ, അല്ലേ, ആദ്യം ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടി. ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ ആദ്യം ദൈവാലയത്തിൽ ഒന്നിച്ചുകൂടി, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഇന്ന്
ആലയമായിരിക്കുന്ന ഞാനും നിങ്ങളും അല്ലേലൂയ ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിച്ച് നമ്മെ ദൈവസനെ താഴ്ത്തുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ വിശുദ്ധിയിലേക്ക് നിറയ്ക്കുമ്പോൾ ശരീരമാകുന്ന മന്ദിരത്തിനകത്തുള്ള എല്ലാ അശുദ്ധി സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എല്ലാ പണക്കൊതി ദിവ്യാഗ്രഹവും എല്ലാ ചിന്തകളും അധികാരങ്ങളും അധികാര മോഹങ്ങളും രാഷ്ട്രീയം എല്ലാ കൊട്ടേഷൻ ഉണ്ടാസംഘത്തിൽ എന്നുവേണ്ട എല്ലാ രാജകത്വങ്ങളും ഈ മന്ദിരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അന്നത്തെ ആലയം വേറെ, ഇന്നത്തെ ആലയം വേറെ. അന്ന് ആത്മീയമായ ദൈവാലയമാണെങ്കിൽ അതിനകത്ത് ശുദ്ധികളൊക്കെ ഉണ്ട്. ഇന്നത്തെ ആത്മീയ ദൈവാലയമായിരിക്കും നമ്മുടെ ശരീരമെന്ന നമ്മുടെ കൂടാരമെന്ന ഈ മന്ദിരത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്? പരസ്പരം തുരുവെറുപ്പുകളും വേരവെപ്പും തമ്മിലടിയും കലകവും അധികാരവും അല്ല, അതൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. അല്ലേ? അപ്പൊ യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെടുകയാണ്, യഹോവയെ അന്വേഷിക്കുകയാണ്, അതിന് താല്പര്യം മുമ്പോട്ട് വെച്ചു. യഹൂദയിലേക്ക് ഒരു ഉപവാസം പ്രസക്തം ചെയ്യുകയാണ്. തനിക്കറിയാം ഈ ജനത്തെ, ഈ ശക്തികളെ ജയിക്കണമെങ്കിൽ ഒരു ഉപവാസം കൊണ്ട് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തനിക്ക് ഏകദേശം 10 ലക്ഷത്തിലധികം സൈന്യം, യഹോശാഫാത്തിന് ഏകദേശം 10 ലക്ഷത്തിലധികം സൈന്യം ഉണ്ടായിരുന്നിട്ടും അമ്മോന്യരും മോവാബിനും അവനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ യഹോശാഫാത്ത് ഫരപരശനായത് എന്തുകൊണ്ടായിരിക്കും? ഒരു ചോദ്യമാണ്. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. വീണ്ടും മുൻ അധ്യായങ്ങളിൽ അവനുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജഡിക ശക്തിയിൽ ആശ്രയിക്കുവാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചില്ല. മുൻ അധ്യായമൊക്കെ വായിച്ചാൽ യഹോശാഫാത്തിന്റെ സ്വഭാവം അറിയാം. അതേപോലെ ജഡികമായ ശക്തിയിൽ ആശ്രയിക്കാതെ തന്റെ കൂടെയുള്ള 10 ലക്ഷം സൈന്യത്തെ കൊണ്ട് ആ അമ്മോന്യരെയും അവലിയ അരാമിനെയും നേരിടാൻ ഒരുങ്ങാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തെ അതിനുവേണ്ടി എന്ത് ചെയ്തു? ആകയാൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും എല്ലാവരും ദൈവാലയ അങ്കണത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടി വരികയും ചെയ്തു. രാജാവിന്റെ ഹൃദയംഗമായ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് യഹസ്യേൽ മുഖാന്തരം യഹോശാഫാത്തിനോട് ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വിജയം ഉണ്ടാകുവാനുള്ള ദൈവിക സന്ദേശം ലഭിച്ചപ്പോൾ രാജാവും കൂടെയുള്ളവരും ദൈവത്തെ പാടി സ്തുതിച്ചു വന്ന അധ്യായങ്ങൾ വായിക്കുവാൻ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഉടനെ തന്നെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ശത്രു സൈന്യങ്ങൾ തമ്മിൽ അന്യോന്യം യുദ്ധം ചെയ്യുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തു. ശത്രു സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമല്ല. യഹോശാഫാത്തിന്റെ സൈന്യത്തിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. ഒറ്റ ഉപവാസം കൊണ്ട് യഹോശാഫാത്തിന്റെ സൈന്യത്തിന് യുദ്ധം ചെയ്യാൻ കഴിയാതെ യഹോശാഫാത്തിന് നേരെ അല്ലെങ്കിൽ സാഹചര്യത്തിന് നേരെ വന്ന മോവാബിനും അമ്മോന്യരുമായിരിക്കുന്ന ആ സൈന്യം തമ്മിൽ യുദ്ധം ചെയ്യത്തക്ക നിലയിൽ ഹല്ലേലൂയ ആ ഉപവാസം കൊണ്ട് ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ ഹല്ലേലൂയ പെട്ടവർ ഹല്ലേലൂയ വിവിധ നിലകളിൽ അവർ സൈന്യബലത്താൽ ഉറച്ചു നിന്നിട്ട് യഹോശാഫാത്തിനെ തൊടുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ ഉപവാസം നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല, ഉപവാസത്തിലിരിക്കാൻ ആളില്ല, കാത്തിരിപ്പ് യോഗമില്ല. സഭയുടെ വിശുദ്ധി നഷ്ടപ്പെട്ട, അശുദ്ധി കയറി, പണമായി, പ്രതാപമായി, പേരായി, പ്രശസ്തിയായി എല്ലാവരുടെയും കണ്ണും വിദേശത്തേക്കായി. ആത്മാവിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ട് ഈ കാലഘട്ടം സഭയ്ക്ക് നേരെ ശത്രുസേന എഴുന്നേറ്റപ്പോൾ സഭയ്ക്ക് നേരെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആളില്ലാതായി. അതുകൊണ്ട് സഭ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ കൂട്ടിയ പീഡയിലൂടെ കടന്നു പോകുകയാണ്. ഇങ്ങനെ സഭ കൂടിയ പീഡയിലൂടെ കടന്നുപോകും, ക്രൈസ്തവ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് യഹോശാഫാത്തിനെ പോലെ ഈ കാലഘട്ടത്തിൽ ജനം ഉണരുന്നില്ല? ഹല്ലേലൂയ. യഹോശാഫാത്തിനെ പോലെ ദൈവത്തെ ഭയപ്പെട്ട് ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി ഉപവാസം പ്രസംഗിച്ച് ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോക രാജ്യങ്ങൾ പോലും ക്രൈസ്തവ സമൂഹത്തിനെതിരെ എഴുന്നേറ്റ് ജഡിക ശക്തികളെ അവരെ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ കഴിയുന്നതിനെയും ദൈവം അവർ തമ്മിൽ മുഖാമുഖം തിരിക്കും. നമ്മൾ വരണം പ്രാർത്ഥനയിലേക്ക്. നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് വിശുദ്ധിയോടെ വന്ന് ദൈവവിശ്വാസത്തിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ
എല്ലാം എന്ത് ചെയ്തു? ഒരു വല്ലാത്ത അനുഭവമായി മാറി. ഹല്ലേലൂയ. അപ്പം യഹോശാഫാത്തിനെ പോലെ ദൈവസനയിൽ ആശ്രയിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിജയസാധ്യതയുണ്ട്. യഹോശാഫാത്തിനെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമുഖം അന്വേഷിക്കണം. ദൈവമുഖം അന്വേഷിക്കുന്നവർക്കാണ് ദൈവപ്രവൃത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിനക്കെതിരെ അമ്മോനിലും മോവാബിലും എഴുന്നേറ്റ് നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ തകർക്കുവാൻ അവൻ നിനക്കെതിരെ സൈന്യമായിട്ട് കടന്നു വരുമ്പോൾ നീ അത് കണ്ട് മൗനമായിരിക്കാതെ, ഉറങ്ങിപ്പോകാതെ, മൊബൈലിൽ കുത്തിപ്പിടിച്ച് തോണ്ടിക്കൊണ്ടിരിക്കാതെ നീ ദൈവത്തിന്റെ യഹോശാഫാത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന് ദൈവിക പ്രവൃത്തി വെളിപ്പെടും. നിന്റെ കുടുംബം ദൈവത്താൽ വിടിവിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന സമയമില്ല. നേതാക്കന്മാരടക്കം മൊബൈൽ തോണ്ടാ. നേതാക്കന്മാരും വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാം മൊബൈൽ തോണ്ട. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സഹായോഗം ശക്തമായിട്ട് നടക്കുമ്പോൾ ദൈവദാസന്മാർ ഫോണിൽ വിളിക്കുക, മെസ്സേജ് കൊടുക്കുക. അല്ലെങ്കിൽ ആർക്കാണെന്നറിയത്തില്ല. അല്ലെങ്കിൽ സഹോദരൻ, വിശ്വാസികൾ മെസ്സേജ് കൊടുക്കുക. യുവതികളും യുവാക്കന്മാരും കൗമാരക്കാരും ഒക്കെ മെസ്സേജ് അങ്ങോട്ടേക്കും തോട്ടിക്കുകയും മൊബൈൽ കൊണ്ടൊന്ന് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കുന്ന ബൈബിൾ മൊബൈലിൽ നിന്ന് വരന്റെയും മൊബൈലാ മുമ്പിലിരിക്കുന്നത്. എത്ര അരാജകത്വം, അന്ധത പിടിച്ച അന്യത പിടിച്ച കൂട്ടമായി പെന്തക്കോസ്തിന്റെ വിഭാഗം എന്ന് പറയുന്നത്. മൊബൈൽ മുമ്പിൽ വെച്ചുകൊണ്ട് പാട്ട് പാടാൻ, ബൈബിൾ വായിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, ദൈവദാസന്മാർ വാക്യം പറഞ്ഞു കൊടുത്താൽ വായിക്കാൻ ഈ മൊബൈൽ. അതിനകത്ത് സകല അശുദ്ധി ഉണ്ടെന്ന് യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ശുശ്രൂഷ ഇല്ലായിരുന്നു നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ഈ കാലഘട്ടം വന്ന് സാത്താൻ സഭയ്ക്കകത്ത് തന്ത്രങ്ങൾ മെനഞ്ഞ സാത്താൻ സഭയുടെ ഉന്നത സ്ഥാനത്തുകൊണ്ടും സാത്താൻ സഭയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിത അശുദ്ധി നാമെ പ്രാപിച്ചുക അശുദ്ധിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞു, നീ ബൈബിൾ നിന്റെ കൈ കൊണ്ട് തുടരുത്, ബൈബിൾ തുറന്ന് വായിക്കരുത്, നിനക്ക് ഞാൻ തരുന്ന ഈ പെട്ടി പിടിച്ചാൽ മതി, ഈ പിടിച്ചാൽ മതി, അത് വായിച്ചാൽ മതി. പിശാചി പറഞ്ഞു, ഇനി നീ സഭയ്ക്കകത്ത് ഒരു ബൈബിൾ കൊണ്ടുവരരുത്, നീ സഭയ്ക്കകത്ത് ഒരു ബൈബിൾ തുടരരുത്, നീ ബൈബിൾ തുറക്കരുത്, ബൈബിൾ നോക്കി വായിക്കരുത്, അത് നിന്റെ കയ്യിൽ വേണ്ട ഈ പെട്ടി മതി. ഏത് പെട്ടിയാ? ശവപ്പെട്ടി പോലിരിക്കുന്ന ഈ മൊബൈൽ പെട്ടി. ഒരിക്കൽ നീ ശവപ്പെട്ടിക്കകത്ത് കയറുന്നത് പോലെ ഈ പെട്ടിയും പിടിച്ച് നീ ബൈബിൾ ദൈവവചനം വായിച്ച് നീ ഒരു ദിവസം നീ നിന്റെ കുടുംബം തകരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നീ മാനസാന്തരത്തിൽ മടങ്ങി വാ. ദൈവത്തിന്റെ വചനത്തിന്റെ കരങ്ങൾ കൊണ്ട് ലജ്ജ കൂടാതെ എടുക്ക. ദൈവവചന ലജ്ജ കൂടാതെ നിന്റെ കരങ്ങൾ കൊണ്ടെടുത്ത് നീ ദൈവത്തെ സ്തുതിക്കല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് മുൻ പിതാക്കന്മാർ ആദിമ സഭ നമുക്ക് മുമ്പേ കടന്നുപോയി വിശുദ്ധന്മാർ ഈ ബൈബിൾ ചുമന്നുകൊണ്ട് കിലോമീറ്ററുകളിൽ ചുമന്ന് നടന്നിട്ടുണ്ട്. അവർ ചുമക്കുന്ന അവർക്ക് യാതൊരുവിധ ലജ്ജയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പിന്നത്തേതിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ അവരുടെ തലമുറയായി കഴിഞ്ഞപ്പോൾ ഇപ്പം ബൈബിൾ വേണ്ട. പ്രൈസ്. ശരിയല്ലേ? ഇന്ന് ഫുൾപിറ്റിരിക്കുന്ന ഇതിഹാസന്മാരും പോലും അവിടെ മീറ്റിംഗ് ബൈബിളൊക്കെ കഷ്ടത്തിൽ ബാഗിൽ വെച്ചോണ്ടായിരിക്കുന്നേ. അല്ലെ തുറക്കുന്നത് സിപ്പ് പോലും ഭരിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. കഴിയുന്ന മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എത്ര അധംപതിച്ചു പോയി ദൈവസഭ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അമോന്യരും മോവാബിരും എന്ന് പറയുന്ന ജാതിശക്തികൾ ക്രൈസ്തവ സമൂഹത്തെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വലിയൊരു ഉദാഹരണം ഉണ്ടല്ലേ. വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെ യഹോശാഫാത്തിന് നേരെ സ്തോത്രം വലിയ സൈന്യം വന്നപ്പോൾ യഹോശാഫാത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ നമ്മുടെ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ന്യായാധിപനായി ദൈവം തെരഞ്ഞെടുത്ത ശിംശോൻ സാഹചര്യത്തിന് വേണ്ടി ഫെലിസ്തീനുമായി യുദ്ധം ചെയ്യേണ്ടിവൻ ഫെലിസ്തീനെ തോൽപ്പിച്ച് സാഹചര്യത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ശിംശോൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. തന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയി, തന്റെ ഉള്ളിലെ ആശ്രിതം നഷ്ടപ്പെട്ടു, തന്റെ ഉള്ളിലെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു വേശ്യയുടെ കയ്യിൽ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുക. മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുക ശിംശോൻ. ഹല്ലേലൂയ. അതാണ് ന്യായവാദിന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ ഹല്ലേലൂയ കുടഞ്ഞൊഴിഞ്ഞു കളയൂ എന്ന് വിചാരിച്ചു. വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ സഭയുടെ കാര്യം, ഇന്നത്തെ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുന്ന വിചാരം മാത്രമേ ഉള്ളൂ ഇന്ന് സഭയ്ക്ക് കേട്ടോ. ഹല്ലേലൂയ. വിചാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം വിചാരിച്ചു.
ഹല്ലേലൂയ. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഫെലിസ്തരോ അവനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവൻ കാരാഗ്രഹത്തിൽ മാവ് പിടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഈ സാഹചര്യത്തെ സംരക്ഷിക്കുവാൻ, ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ശിംശോൻ എന്ത് പറ്റി? അവന്റെ ഉള്ളിൽ സ്ത്രീമോഹം കയറി. അവന്റെ ഉള്ളിൽ സ്ത്രീമോഹം കയറി. ഒന്നല്ല, രണ്ട്, മൂന്നെണ്ണൊക്കെ വേണം പറയാം. അല്ലെ, ഇന്നത്തെ കാലത്തിലും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ശിംശോനെ പോലെ എത്രയോ ദൈവം വിശുദ്ധന്മാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഒരുപാട് വിശുദ്ധന്മാർ ശിംശോന്റെ ഭാഗമാണ് അഭിനയിക്കുന്നത്. എന്നാൽ യഹോശാഫാത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ശിംശോന്റെ ഭാഗത്തുള്ള അനേകരെ നമുക്ക് കാണാൻ കഴിയും. ശിംശോൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയതുപോലെ പലരും പരാജയത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ അവസാനം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യഹോശാഫാത്ത് തനിക്ക് നേരെ വലിയ സൈന്യം വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഉപവാസം പ്രസക്തം ചെയ്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് മറുപടി കൊടുത്തു. അവർ ഭയപ്പെട്ട വിഷയം ഏതാണോ ആ വിഷയത്തെ വിജയമാക്കി ദൈവം കൊടുത്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവിൻ പിതാവ്, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. എങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കി നാം യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ എന്നപോലെ മടങ്ങി വരണം. ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ആലയത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഉപവാസം വ്യത്യസ്തം എല്ലാവരും ഉപവസിക്കുക ഇരുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ പുതിയ സഭയുടെ പുതിയ സഭ നമ്മളാകുന്ന ശരീരത്തിനകത്ത് വിശുദ്ധിയെ പ്രാപിച്ചുകൊണ്ട് ദലീലയുടെ മടിയിൽ കിടക്കുന്ന ഉറങ്ങുന്ന ശിംശോനെ പോലെ ആകാതെ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് യഹോശാഫാത്തിനെ പോലെ നാം ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിത സാഹചര്യ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. ഇത് വിശ്വാസികൾക്ക് സഭയ്ക്കും സമാധാനമില്ല, കുടുംബങ്ങളിലും സമാധാനമില്ല. എൻ്റെ ഏരിയ പണമായി, പണത്തിൻ്റെ കൊഴുപ്പായി, പണത്തിൻ്റെ ആഗ്രഹമായി, പണത്തിൻ്റെ നല്ലയിടമായി സുവിശേഷം ഒരു ബിസിനസ്സാക്കി മാറ്റി. വ്യാജ പ്രവാചകന്മാരും വ്യാജ ഉപദേശകന്മാരും അനുദിനം എഴുന്നേറ്റലുയ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമെന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് അമേരിക്കയിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് ഗൾഫിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് ഓസ്ട്രേലിയൻ രാജ്യങ്ങൾക്ക് ഉയർത്തുന്നു എന്ന ഇന്ന് പലരും അങ്ങനെയായില്ലേ? നല്ലൊരു എന്നോട് ഒരുപാട് ദൈവദാസന്മാർ ചോദിക്കുക, എൻ്റെ പാസ്റ്റർക്ക് പുറത്തേക്കൊന്ന് പോയിക്കൂടെ? അല്ലേരിയ എന്നോടൊരു പറഞ്ഞത്, പാസ്റ്റർ ഒന്ന് വാ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ശുശ്രൂഷ ഏൽപ്പിക്കുക, നമ്മളെന്തിനാ പോന്നേ? നമ്മളൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് വ്യക്തവും ശക്തമായി ചെയ്യാൻ പറ്റും. ദൈവം നമ്മുടെ മേൽ ദൂത് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് അഭിഷേകം തന്നിട്ട് നമ്മൾ ദേശത്തല്ലേ രാജ്യത്ത് കാലുകുത്തി കഴിഞ്ഞാൽ നീ നിൽക്കുന്ന സ്ഥലം അയാൾ വിശുദ്ധ ഭൂമിയാണെന്ന് മോശയോട് പറഞ്ഞാൽ നമ്മൾ കാലുകുത്തുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായി മാറണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നാം സംസാരിക്കുന്ന വചനത്തിനകത്ത് അത്ഭുതം നടക്കണമെങ്കിൽ ദൈവാലോചനയോട് കൂടി പോകണം. അല്ലേരിയ എന്നിട്ട് ഒരിക്കലും എന്നോട് ദിവസം പറഞ്ഞു, പാസ്റ്റർ എന്നാൽ ഇവിടെ നിന്ന് വന്ന് കണ്ടിച്ചു വന്നു. ഞാൻ പറഞ്ഞു, സഞ്ചാരിക്കണ്ടാ മതിയല്ലോ. അല്ലേരിയോ മറ്റേ ഒരു പുള്ളിക്കാരുണ്ടല്ലോ പേര് പറഞ്ഞത്, പണ്ട് കാണാൻ ഇപ്പൊ അതും കാണാനില്ല. നമുക്കിപ്പോ വിദേശം കാണാൻ വേണ്ടിയല്ല നമ്മുടെ ആഗ്രഹം. വിദേശത്ത് പോയി വിദേശത്ത് കണ്ടു കേട്ട് വന്നിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി വ്യാജ ഉപദേശങ്ങൾ, വ്യാജ പ്രവചനങ്ങളും പറഞ്ഞ് അവിടെ ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് 5-6 പെൺപിള്ളേരുണ്ട്, എനിക്ക് കെട്ടിക്കുന്ന വീടില്ല, വീടില്ല, കൂടില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാനൊക്കെ പലരെയും കണ്ടും പറ്റും. അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ വിടുന്നില്ല. എനിക്ക് അന്നത്തേക്കുള്ള ദൈവം തന്നാൽ ഏറ്റവും സന്തോഷമാണ്. ഏരിയ സ്വതന്ത്രം. ഒരുപാട് പണക്കാരനും കോടീശ്വരനും ആരും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവപ്രവി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രം. അല്ലേലിയ. എന്നെ കേൾക്കുന്ന യഹോശാഫാത്തിനെ പോലെ നാം ദൈവസന്നിധിയിലേക്ക് താഴ്ത്തണം. കുടുംബങ്ങൾക്കകത്ത് സമാധാനമുണ്ടോ? ഇന്നത്തെ വിശ്വാസികളുടെ നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സഭയ്ക്കകത്തുള്ള വിശ്വാസികൾ എത്ര സഭാ മീറ്റിങ്ങിനാണ് പോകുന്നത്? സഭാവിശ്വാസികൾ ഭയങ്കരമെന്ന് പറയും. അവരുടെ പാസ വെട്ടിച്ചിട്ട് കണ്ടുവെട്ടിച്ചിട്ട് എത്രയോ ഇടത്തുകൂടെയാണ് പോകുന്നത്. അമ്മയുടെ പാസ അംഗീകാരമില്ലാതെ മറ്റു പ്രവാചകന്മാരെ വിളിച്ച് വീട്ടിൽ കൊണ്ട് ശുശ്രൂഷ ചെയ്തിട്ട് എത്രയോ ദൈവദാസന്മാർ വേദനിക്കുന്നുണ്ടെന്നറിയോ? അല്ലേരിയ. എന്നിട്ട് സഭയിലേക്ക് വരുന്ന പാസ പ്രവാചകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും വരുന്നത്. എന്നിട്ട് സഭയ്ക്കകത്ത് കുറ്റപ്പെടുത്തുന്നവരാ. ഇങ്ങനെ കണ്ടം ചാടി ഇങ്ങനെ ചാടി നടക്കുക. ഒരു സ്ഥിരതയില്ല. അല്ലേരിയ. പലരും ശിംശോനെ പോലെ
താളം തെറ്റിപ്പോയി. പ്രൈസറോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എല്ലാം നീയും നിന്റെ തലമുറയും ചെയ്തു കൂട്ടുന്നതിന് തക്കതായ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും കേട്ടോ. മാനസാന്തരപ്പെടാതിരുന്നാൽ ഹല്ലേലൂയ, നീയും നിന്റെ കുടുംബം അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന വചനം വായിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മടങ്ങുക, ദൈവസ്നേഹിക്ക് മടങ്ങിയ ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങുക. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയെക്കുറിച്ച് സഭയിൽ തൊടാൻ പോലും പറ്റത്തില്ല, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആ പാർശ്വ പൊക്കം വിടും. അല്ലേരിയ, ഇവിടുന്ന് വേണ്ടെന്ന് പറയും. വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞാൽ ഇയാളെ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറയും. പ്രൈസർ, പല സഭയിലും ചെന്നുള്ള പാസ്റ്റർമാരെ പക്ഷേ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ കേട്ടോ. അച്ചായി നമ്മുടേതാണ്, അമ്മാവ് നമ്മുടെ നമുക്ക് വളരെ പ്രയോജനമുള്ള എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഇഷ്ടത്തിന് വേണം എടുത്ത് പ്രസംഗിക്കാൻ. അച്ചായനും അമ്മാമ്മയും ഒന്നും തുടരുത്. അവിടെ ഇരിക്കുന്ന കൊടിയ ഭാവികൾ അച്ചായനും അമ്മയും അവർ നല്ല പണമുള്ളവരാണ്. കൊടിയ ഭാവികളായിരിക്കുന്ന അച്ചായൻ്റെ അമ്മാമ്മയുടെയും ആമയും ജീവിതത്തിന്റെ പാപങ്ങളെ ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തിയാൽ അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമി പാസ്റ്റർ വരുമാനം നിൽക്കും, അതുകൊണ്ട് പറയരുതെന്ന്. സ്വതന്ത്രം. അവർ ഫാൻ മേടിച്ച് തന്നവരാ കേട്ടോ, അവർ കസേര മേടിച്ച് തന്നവരാ, വേഷം മേടിച്ച് തന്നവരാ, അവർ നമ്മുടെ സഭയ്ക്ക് AC മേടിച്ച് തന്നവരാ. ലേരി, അതുകൊണ്ട് അവരെയൊന്നും തുടരുത്. ലേരിയ. പിന്നെ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കരുത്, സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കരുത്. ഇന്നും കൂടെ ഉണ്ട് സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റാത്ത സഭകളുണ്ട്. ചില മീറ്റിങ്ങുകളിൽ എൻ്റെ പാസ്റ്റർ സ്നാനത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചൊന്നും പറയുന്നത് കേട്ടോ. ലേരിയ. ഇത് എന്താണ് സഭ, എന്താണ് വിശ്വാസം? നീ ആരാണ്? നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകമുള്ള ദൈവവൈദ്യനാണെങ്കിൽ നിന്റെ ആത്മീയതയുടെ അളവ് ഏത് നിലയിലാണ്? നീ ഇതിന്റെ സഭയ്ക്ക് കീഴ്പ്പെടുന്നുണ്ടോ? സഭയെ ദൈവദാസനെ അനുസരിക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് നീ എന്തിനാ സഭയിലേക്ക്, നീ സഭയിലേക്ക് കണ്ടം ചാടി പോകുന്നത് എന്താ കാര്യം? നിനക്ക് എന്തോ സാധിച്ചെടുക്കാനുണ്ട്. ലേരിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് പലരും സഭ ചാടി നടക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്നത്തെ കാലം യൗവനക്കാരന്മാർ ഇങ്ങനെ ഓരോ സ്വാമി ഓരോ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ പെൺപിള്ളേരോട് സ്നേഹിച്ച് അവർ +2 കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോരുക. 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് പണം മുടക്കി പഠിപ്പിച്ച മാതാപിതാക്കൾ കണ്ണീരോടെ ഇരിക്കുക. എങ്ങാട്ടെന്ന് വന്ന് തൂണില്ലായിരുന്നു പെണ്ണുങ്ങട്ട് പോയെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ കെട്ടിക്കണമല്ലോ. കെട്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും സഭയിലേക്ക് ഓടിച്ചേരും. ഞാൻ ബസ് ഇതിന് അബദ്ധം പറ്റി, ഞങ്ങളുടെ മോനെ ഇത് കെട്ടിക്കണം കേട്ടോ. ആ കെട്ടിയിലൊക്കെ കഴിയുമ്പോൾ അവരവരുടെ പണി നോക്കി പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവം എനിക്കുണ്ട് കേട്ടോ. ലേരിയ. ഞാൻ വിശ്വസിച്ച് അങ്ങനെയൊന്നും അല്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ എനിക്ക് ചാടിയിട്ടുണ്ട്. എൻ്റെ അനുഭവം പറയുമല്ലോ. പിന്നെ ഈ അനിശ്ച വെള്ളത്തിൽ ചാടി പൂച്ച പച്ചവെള്ളം അറങ്ങിയെന്ന് പറഞ്ഞവരെ ഒരബദ്ധം ഏത് മനുഷ്യനും സംഭവിക്കാം. ഒരബദ്ധം ഏത് മനുഷ്യനും സംഭവിക്കാം. ലേരിയ. ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ലേരിയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, യഹോശാഫാത്തിനെ പോലെ നീ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ ശുദ്ധീകരിക്കണം. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, എന്തെങ്കിലും ബന്ധനങ്ങൾ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ കടന്നു പോകുന്ന മേഖലയിൽ മാറ്റം വരണമെങ്കിൽ, നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ദേശം വിടുവിക്കണം, ദേശത്ത് ഉണർവ് സംഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നാം ഉണരണം. ഇവയ്ക്ക് കേരളത്തിൽ നിന്ന് കൊലപാതകം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ എല്ലാ ദിവസവും കൊലപാതകം കഴുത്തറുത്ത് കൊല്ലുന്ന, നീച്ചവും ക്രൂരമായ രീതി കൊല്ലുന്ന കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ചിലരോ ദൈവത്തിന്റെ നാട്, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന കേരളത്തെക്കുറിച്ച് വാതോരാതെ പലരും പ്രസംഗിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാടെന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്ലേസിലെ പണ്ട് വിവേകാനന്ദ സ്വാമി വിളിച്ചു പറഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയം, അതല്ലേ കേരളം എന്ന്. കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചു പറഞ്ഞ് ആ മനുഷ്യൻ പറഞ്ഞു. പിന്നെ ഏതോ വിദേശി വന്നെടുത്ത മനോഹാരിത, പ്രകൃതിയുടെ ആ സന്തോഷം, പ്രകൃതിയുടെ ആ ഒരുങ്ങിയുള്ള നിൽപ്പ് കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ നാടാണ്. അത് കേട്ടിട്ട് ഇന്നത്തെ ദൈവജനം പറയും ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. പക്ഷെ കേരളത്തിൽ എന്താ നടക്കുന്നത്? കുലപാതകം, പിടിച്ചുപറി, വ്യഭിചാരം, മോഷണം, അത്യാഗ്രഹം, തീവ്രവാദം, ഭീകരവാദം, പിടിച്ചുപറി, അതുപോലെ ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, കൊള്ളത്തരങ്ങൾ ഒക്കെ അല്ലേ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കേരളത്തിൽ? പ്രാർത്ഥിക്കാൻ ആളില്ലാതായിപ്പോയി, ഉപവസിക്കാൻ ആളില്ല, കാത്തിരിപ്പ് യോഗങ്ങളില്ല, വിശുദ്ധി നഷ്ടപ്പെട്ടുപോയി, ദൈവസഭയുടെ അടിസ്ഥാനം മറിഞ്ഞുപോയി. ഹല്ലേലൂയ. അതുകൊണ്ട് പണ്ടത്തെ പോലെ നല്ല കാലത്തിലേക്ക് മടങ്ങി വന്ന യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിൽ എന്ന പോലെ ദൈവസഭ മടങ്ങി വന്ന് ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധിയിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വേണം. ക്രൈസ്തവസഭ ലോകം കൂടി പീഡിപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാർത്ഥന മുടങ്ങിപ്പോയി. പ്രൈസ്. അപ്പൊ ശിംശോനിൽ നിന്നും കർത്താവിന്റെ ആത്മാവ് അകന്നു പോയതറിയാതെ അവൻ വേശ്യയുടെ മടിയിൽ കിടന്നു. ഒന്നാമതായി നിങ്ങൾക്കുള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ശിംശോൻ കടന്നവരാകാതെ
ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു പണക്കാരൻ ബാങ്കിൽ നിന്നും പണം എടുക്കുന്നത് ഒരു കള്ളൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആ പണം എങ്ങനെയെങ്കിലും മോഷ്ടിച്ചെടുക്കണം എന്ന് കള്ളൻ കള്ളൻ പണക്കാരനെ പിന്തുടർന്നു. പണക്കാരൻ കയറിയ ട്രെയിനിലും കള്ളനും കയറി. അല്ലേലൂയ. വീട്ടിലും വന്ന് ചേർന്നു. പണക്കാരൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കള്ളൻ ആ പണത്തെ അന്വേഷിച്ചു. എത്ര അന്വേഷിച്ചിട്ട് പണത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കള്ളന്. അല്ലേലൂയ. എന്നെ ഒരു പുസ്തകത്തിൽ വായിച്ചു, ദേവദാസൻ പ്രസംഗിച്ചത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ബാങ്കിൽ പോയി പണം എടുത്തങ്ങ് വരുമോ, കള്ളൻ കണ്ടു, കള്ളൻ പുറകെ പിന്തുടർന്നു. വീട്ടിലും വന്ന് അവർ കിടക്കാൻ ഇടവൊക്കെ കൊടുത്തു. കള്ളനാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ വീട്ടുടേയും കിടന്നുറങ്ങി കള്ളൻ. അല്ലെങ്കിൽ വീട്ടിൽ ഉറങ്ങി കഴിഞ്ഞാൽ പണം അന്വേഷിക്കുക. പക്ഷെ പണം കണ്ടിട്ട് കഴിഞ്ഞില്ല. അവസാനത്തിലെ പണക്കാരൻ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ കള്ളനെ നോക്കി, നീ എവിടെയൊക്കെയോ എൻ്റെ പണത്തെ അന്വേഷിച്ച് നടന്നു, എന്നാൽ ഞാൻ ആ പണത്തെ നിന്റെ തലയണിയുടെ കീഴിൽ വെച്ച് ഒളിച്ചു വെച്ചു. നിന്നിൽ നീ അത് അന്വേഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. വീട്ടുടേയും വളരെ ബുദ്ധിമാനായിരുന്നു. ഈ കൊണ്ടുവന്ന പണം എന്ത് ചെയ്തു? കള്ളൻ ഉറങ്ങാൻ കിടന്ന തലവിണയുടെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചു. കള്ളൻ ഒരിക്കലും തൻ്റെ തലവിണയുടെ കീഴിൽ ഈ പണം കാണുമെന്ന് കള്ളൻ ചിന്തിച്ചില്ല. അതുകൊണ്ട് കള്ളൻ കിടന്നുറങ്ങി. കള്ളൻ മറ്റുള്ള എല്ലാ റൂമിലും പണം അന്വേഷിച്ചു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്ന് പറഞ്ഞിട്ട് പോയി. ഇന്ന് അനേകർ ദൈവത്തെ അന്വേഷിച്ച് ലോകമെങ്ങും അലയുക. എന്നാൽ അവരുടെ ഉള്ളിൽ അന്വേഷിക്കുന്നില്ല. കള്ളൻ കിടന്നുറങ്ങിയ തലയണയുടെ കീഴിൽ കള്ളൻ അന്വേഷിച്ചില്ല. ആ വീട് മുഴുവൻ അരിച്ചു നോക്കി. ഇന്ന് അതുപോലെ പലരും അങ്ങനെ. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടോ, നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ടോ, വിശുദ്ധിയുണ്ടോ, വേർപാടുണ്ടോ, ദൈവവചനമുണ്ടോ, കൃപയുണ്ടോ, അഭിഷേകമുണ്ടോ എന്ന് പലരും ചിന്തിക്കാതെ ഈ കള്ളനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ദൈവത്തെ അന്വേഷിച്ച്. പ്രൈസ്. എത്ര പരാജയമായി മാറി അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഈ കാലഘട്ടം വല്ലാത്ത ദുരനുഭവമാണ്. അക്രമങ്ങൾ പെരുകി, കൊലപാതകങ്ങൾ കണ്ട് നാം മയങ്ങിപ്പോകരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ജാതി, മത, വർഗ, വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മളൊരു സമൂഹം എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് വേറെ ഒരു മതത്തിന്റെ പേരിലല്ല, ഒരു ജാതിയുടെ പേരിലല്ല. പ്രാർത്ഥിക്കണം. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ്. അപ്പൊ ആ ഒരു അനുഭവത്തിലേക്ക് എങ്കിൽ നമ്മുടെ സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. അവസാനം നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. അവസാനത്തില്ല പണക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കള്ളനെ നോക്കി പറഞ്ഞു, നീ എവിടേക്ക് അന്വേഷിച്ച് നിനക്ക് കിട്ടി? നിന്റെ തലയിനത്തോട്ടിൽ നിനക്ക് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ. ഇന്ന് ദൈവജനങ്ങൾക്ക് നല്ലൊരു ഉണർവ് ഉണ്ടാകുന്നതിനാൽ എങ്ങനെയെങ്കിലും ഉപവാസത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയണം. ദൈവജനത്തിന്റെ നല്ലൊരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ ഇത്? സ്വർഗത്തിൽ നോക്കുന്നു പറഞ്ഞവരെ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുക. ഇതൊരു കൊടിയ ചൂടാണ്. എല്ലാവരും പറഞ്ഞു പ്രകൃതിയുടെ മാറ്റം വന്ന് മുമ്പ് വർഷത്തേക്കാൾ ഈ വർഷം ഭയാനകമാണ്. ചൂട് മുഖാന്തരം വളരെ പ്രശ്നം, തീപിടുത്തം വരെ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നാശനഷ്ടം ഉണ്ടാകുന്നു. അതെ, എന്തുകൊണ്ടാണ് പ്രകൃതി കൂടി ഇങ്ങനെ മനുഷ്യരോട് കനിവ് കാണിക്കാതെ വരുന്നത്? എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ പാപം പെരുകി, മനുഷ്യന്റെ അശുദ്ധി പെരുകി, ദൈവഭയം നഷ്ടപ്പെട്ട് ദൈവമില്ലാതായി. ശിംശോനെ പോലെ പലരും പാപത്തിൽ വീട് കിടന്നുറങ്ങിയ, പാപത്തിന്റെ അനുഭവത്തിൽ കിടക്കി. അതുകൊണ്ട് ദൈവകോപം സകലരുടെ പേര് വ്യാപരിച്ച് പ്രകൃതി പോലും നമ്മോട് കനിവ് തോന്നാതെ വന്നു. പ്രകൃതി പോലും കനിവ് തോന്നാതെ വന്നു. പ്രകൃതിക്ക് പോലും നമ്മൾ കനിവില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ്. ഒരു പകലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ എത്ര കഷ്ടപ്പാണ് അല്ലേ? ഹല്ലേലൂയ. ഒരു പകലൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തുനിന്ന് യാത്ര തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു രാവുകളില്ലാതെ അധ്വാനിച്ചു വരുന്ന ക്ഷീണമാണ്. പ്രൈസ്. ഇതിന് ഉറക്കമില്ല, കിടക്കാൻ പറ്റത്തില്ല, ശരീരത്തിനെല്ലാം വേദന, ചൂണ്ടുകൊണ്ട് പുളയുക അല്ലേ? എന്തുകൊണ്ട് അതൊക്കെ സംഭവിച്ചത്? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ആരാധന നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. പാപം പെരുകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവകോപം സകല മനുഷ്യരുടെ പേരും വന്നുകൊണ്ടിരിക്കുക. കേൾക്കുന്ന മാതാവേ, പിതാവേ, സാജനത്തിന് നേരെ ഹല്ലേലൂയ, യഹൂദ ജനത്തിന് നേരെ ഹല്ലേലൂയ, സ്തോത്രം. യഹോശാഫാത്തിന് നേരെ അവന്റെ സ്തോത്രം. അമ്മോനിലും മോവാബിയും കൂടെ വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള 10 ലക്ഷം സൈന്യത്തെ കൊണ്ട് താൻ അവരെ നേരിടാൻ ഒരുങ്ങാതെ, അല്ലെങ്കിൽ ജഡിക ശക്തിയിൽ ആഗ്രഹിക്കാതെ യഹോശാഫാത്ത് ഒരു ഉപവാസം ചെയ്ത് ദൈവസന്നിധിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടതുപോലെ ഹല്ലേലൂയ
നാം ദൈവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വിജയം ദൈവം യഹസ്യേൽ മുഖാന്തരം യഹോശാഫാത്തിനെ വിവരം അറിയിച്ചു. നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കണതിലൂടെ ദൈവം ഇരിക്കണം, മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതൊരു പ്രാർത്ഥന ഒരു പ്രഹസനമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്രയർ പലരും നടത്താറുണ്ട്. ഓൺലൈൻ പ്രയർ ഞാൻ ഒരുപാട് ഓൺലൈൻ പ്രയർ വലിപ്പം പോകാറില്ല. എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ പ്രയർ എന്ന് പറയുന്നത് ഒരു വ്യാജ പ്രയറാണ്. ഹല്ലേലൂയ. ഓൺലൈൻ പ്രയറാണെന്ന് പലരും വിളിച്ച് കൂട്ടും കേട്ടോ, വിളിച്ചു കൂട്ടും. എന്നിട്ട് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കും, പാട്ടുപാടി ആരാധിച്ച് ഒരു 10 മണി വരെ ഒരു മെസ്സേജ് കേട്ട് പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാണ്ട് വരുമ്പോഴത് 11:30 ആകും. പിന്നെ ദൈവദാസൻ പറയും, നമുക്ക് സമയം പോയി കേട്ടോ, 2 മണിക്ക് നിർത്തണം. പിന്നെ എന്തോ പ്രാർത്ഥിക്കാൻ? പിന്നെ ഈ വെടിക്കെട്ട് തീ പിടിച്ച പോലെ പടപടപടാന്ന് എന്തൊക്കെയോ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ച് 2 മണിക്ക് ക്ലോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാവരും എഴുതിയിട്ട് പറഞ്ഞു പേരെന്തോ ഓൺലൈൻ പ്രകടന. അങ്ങനെ ഞാൻ ഒരുപാട് ഓൺലൈൻ പ്രകടനം ഇപ്പോൾ അത് പോകത്തില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ വൈകിട്ട് 6 മണിക്ക് തുടങ്ങി രാവിലെ 5:30 ക്ലോസ് ചെയ്യുന്ന ഓൺലൈൻ പ്രകടനം നടത്തുന്ന ശക്തരായിരിക്കുന്ന കാഴ്ചപ്പാടുള്ള വിശുദ്ധിയുള്ള യഹോശാഫാത്തിനെ പോലും ആഗ്രഹിക്കുന്ന ശത്രുവിനെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ചില ദൈവസഭകളും ദൈവദാസന്മാരും പെട്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാൽ പലരും എന്ത് ചെയ്യുന്നു? ഓൺലൈൻ എന്ന് പറഞ്ഞ് 2 മണിക്കൂർ നിർത്തി ഓൺലൈൻ ആണ് പ്രാർത്ഥിച്ചെത്ര 2 മണിക്കൂർ, അതും വെടിക്കെട്ട് തീ പിടിച്ച പോലെ. ഞാനങ്ങനെ വെടിക്കെട്ട് തീ പിടിച്ച പോലെ പല പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അവസാനം മടുത്തു. എന്തിനേതൊക്കെ ചെയ്യുന്നത്? അല്ലേ? ചിലർ വന്ന അന്നേരം തൊട്ട് ഉറങ്ങുക. നടുവേദന, കാലുവേദന, മുട്ടുവേദന, ഉളുക്ക്, എന്ത് വേണ്ട, പിന്നെ തിരക്ക്, ബിസി. അല്ലേറിയ നാളെ ഇവർ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എന്തെല്ലാം പോകണം, നേരത്തെ പോകും, കെട്ടൊക്കെ. പക്ഷേ ഇതൊക്കെയാണോ യഹോശാഫാത്ത് വിളിച്ചുകൂട്ടിയ ഉപവാസം? യഹോശാഫാത്ത് വിളിച്ചുകൂട്ടിയ പ്രാർത്ഥന? അവിടെ ജനം ഒന്നിച്ചു കൂടി, ദൈവത്തിന്റെ ആലയത്തിൽ ജനം ഒന്നിച്ചു കൂടി, അവർ ഒരു മനസ്സോടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് നേരെ വരുന്ന അമോന്യ ആരാമി സൈന്യത്തെ നേരിടുവാൻ യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഞാൻ മുമ്പ് ആവർത്തിച്ചു, ആദ്യം പറഞ്ഞു, നിന്റെ കുടുംബം ഇതുപോലെയല്ലേ? അമോനിശയ്ക്ക് മോപാമിശയ്ക്ക് നിന്റെ കുടുംബത്തെ തലമുറ എത്ര കാലമായി തകർത്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? നിന്റെ സഭയ്ക്കകത്ത് സമാധാനമുണ്ടോ? ദൈവദാസിയെ, നിന്റെ ജീവിതത്തിൽ ശുശ്രൂഷകൾക്ക് ഒരു വിജയമുണ്ടോ? നീ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നടക്കുവോ? നീ ആർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അവിടെ എന്തെങ്കിലും നടക്കാറുണ്ടോ? അല്ലേരി ഒന്നും നടക്കാറില്ല. കാരണം നിന്റെ ഉള്ളിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, പരിശുദ്ധാത്മാവിന്റെ തീ അണഞ്ഞുപോയി. നിന്റെ ഉള്ളിലുള്ള കുറ്റങ്ങളും കുറവുകളും നുണയും ചതിയും എന്ന് വേണ്ട ദൈവം വെറുക്കുന്ന പാവങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് കുമിഞ്ഞുകൂടിയത് കൊണ്ട് ദൈവം നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ തീ കെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി ദൈവത്തിന് ഉപവസിക്കണം. ഹല്ലേലൂയ. ഇവിടെ എസ്തേർ 3 ദിവസം ഉപവസിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം യഹൂദന്മാർക്ക് നേരെ വലിയൊരു രേഖ എഴുതിയിരിക്കുന്നു. ഹാമാൻ അഹശ്വേരോശ് രാജാവിനെ കൊണ്ട് എഴുതി മുദ്രവെപ്പിച്ച വലിയൊരു പദ്ധതി എന്തിനാണ്? മൊർദെഖായിയും അതുപോലെ തന്നെ യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കി കളയണം. മാത്രമല്ല ഹാമാൻ വലിയൊരു കഴിമരം മൊർദെഖായിക്ക് വേണ്ടി ഒഴുക്കിയിട്ടുകൊണ്ട് ഇതറിഞ്ഞ മൊർദെഖായി ഹല്ലേലൂയ സ്വതം എസ്തേറിനെ വിവരം അറിയിച്ചു. എസ്തേർ കൊട്ടാരത്തിലാണെങ്കിൽ അവളെ വിവരം അറിയിച്ചു. അപ്പം എന്ത് ചെയ്തു? എസ്തേർ പറയുക, എസ്തേർ ദിവസം 4-ാമത്തെയായി 15-16 വാക്യം വായിക്കുമ്പോൾ അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. അപ്പം ഹല്ലേലൂയ. യഹോശാഫാത്ത് ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു രക്ഷയുദ്ധാരണമാകും. പക്ഷെ നീ നിന്റെ കുടുംബം ഇതുപോലെ നശിച്ചു പോകും. ഇത് കേട്ട് എസ്തേർ അങ്ങ് ഒരു കളി തമാശയായിട്ട് തള്ളിക്കളഞ്ഞില്ല. അവള് മറുപടി പറഞ്ഞു വിട്ടു, നീ ഹല്ലേലൂയ സ്തോത്രം, നീ ചെന്ന് ശൂശനുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ പോഷിക്കണം. ഞാനും എൻ്റെ ബാല്യക്കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. അല്ലയ ഞാൻ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ
ആമേ സ്തോത്രം. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൾ പറയാൻ, ഞാൻ 3 ദിവസം കഴിഞ്ഞ് രാജാവിനെ ഒപ്പിച്ചേരും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. പക്ഷേ എസ്തേർ പറഞ്ഞ വാക്ക് കേട്ട് മൊർദെഖായി യഹൂദന്മാർ ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലം പിന്നീട് എന്തായി? ആമേ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കി വെച്ച കഴിമരത്തിൽ, ഹാമാൻ ഒരുക്കിയ കഴിമരത്തിൽ ഹാമാനെ തന്നെ അഹസ്വേരോശിന്റെ കൽപ്പനയാൽ തൂക്കിക്കളയേണ്ടി വന്നു. പ്രൈസോ. അപ്പൊ ഇവിടെ ഉപവസിച്ച പ്രയോജനമുണ്ട്, അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച പ്രയോജനമുണ്ട്, ഉപവാസത്തിന് മറുപടിയുണ്ട്. പക്ഷെ നമ്മൾ ഉപവസിക്കേണ്ടതുപോലെ ഉപവസിക്കണം, ദൈവത്തിന് ഇരിക്കേണ്ടതുപോലെ വ്യവസ്ഥയെ അനുസരിച്ച് ചെയ്യണം. വ്യവസ്ഥ തെറ്റിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന വീട്ടിൽ ലക്ഷങ്ങൾ പിരിച്ചിട്ട് ആമേലൂയ, നീ അതുകൊണ്ട് സുഖിച്ച് പുളയ്ക്കരുത്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന ലക്ഷങ്ങൾ പിരിച്ചിട്ട് ഹല്ലേലൂയ വരുന്ന ദൈവദാസന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടി പോകുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അഭിഷേകമുണ്ടോ? രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ടോ? ഭൂതങ്ങൾ അല്ലെങ്കിൽ ഓടുന്നുണ്ടോ? സഭ വിടിവിക്കപ്പെടുന്ന, സഭ സ്വതന്ത്രമാകുന്നുണ്ടോ? ദേശത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി. നല്ല സഭകളൊക്കെ ഉണ്ട് പ്രിയരെ, നല്ല സഭകളും നല്ല ദൈവദാസന്മാരും നല്ല ദൈവമക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിച്ച് നിൽക്കുന്ന അനവധി ആളുകളെ എനിക്കറിയാം. ഹല്ലേലൂയ. ഒരുപാട് ആളുകളെ ഞാൻ ഒത്തിരിപേരുമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുപാട് മീറ്റിങ്ങുകൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ശക്തരായ വിശുദ്ധന്മാരെയൊക്കെ ഉണ്ട്. പക്ഷെ പണാർത്ഥികൾ ഒരുപാട് പേരെ കൂടുതലാണ്. യഹോശാഫാത്തിനെ പോലെ, എസ്തറിനെ പോലെ, മൊർദെഖായിയെ പോലെ ദൈവസന്നിധിക്ക് മടങ്ങി വരണം. ആമേൻ. നാം വിജയം പ്രതീക്ഷിക്കണം, ദൈവസന്നിധി ഒരു വിജയം പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവസന്നിധി എസ്തേർ 3 ദിവസം രാത്രിയും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദാവീദ് രാജാവ് 7 ദിവസം ഉണ്ണാതെയും കുടിക്കാതെയും കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദാനിയേൽ 21 ദിവസം ഉപവാസത്തോടു കൂടി ഇരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങി. മോശെ, ഏലിയാവ് മുതലായ ഭക്തന്മാരെല്ലാം 40 ദിവസം ഉപവസിച്ചു. ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതിനാൽ അവരെല്ലാം ചെടിയ ചിന്തകളിൽ നിന്നും വിമുക്തരായി അവർ ആത്മീയമായി ഉണർത്തപ്പെട്ടു. കണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഒതുക്കി ദാവീദ് രാജാവ് 7 ദിവസം ഇരുന്നു. ദാനിയേൽ 21 ദിവസം ഇരുന്നു. ഹല്ലേലൂയ. മോശെ, ഏലിയാവ് തുടങ്ങിയ ഭക്തന്മാരെല്ലാം 40 ദിവസം ഉപവസിച്ചു. ഹല്ലേലൂയ. അവരുടെ ജഡികമായ ചിന്തകളെല്ലാം മാറി അവർ ആത്മീയമായി ഉണർത്തപ്പെട്ട് അവരുടെ അകത്തെ മനുഷ്യൻ ഉണർന്നു. ഹല്ലേലൂയ. അവർ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നേക്ക് ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കഴിയണമെങ്കിൽ നാം പ്രാർത്ഥന എന്ന മുഴങ്കാൽ മടക്കണം. ശത്രുവിനെ സാത്താനെ തോൽപ്പിക്കണം. സാത്താന്റെ പദ്ധതികളെ പൊളിക്കണമെങ്കിൽ നാം മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രക്തം ജയം. അപ്പം ജയം പ്രാപിക്കുവാൻ പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യം. ജയം പ്രാപിക്കാൻ പ്രാർത്ഥന ഏറ്റവും ആവശ്യം. പ്രാർത്ഥനയില്ലാത്ത ജീവിതം, പ്രാർത്ഥനയില്ലാത്ത കുടുംബം നരക തുല്യമാ. പ്രാർത്ഥനയില്ലാത്ത സഭ നരകത്തിന് സമാനമാകട്ടോ. ഹല്ലേലൂയ. ഇന്നത്തെ സഭയെല്ലാം ദിവ്യാഗ്രഹം, പണക്കൊഴുപ്പ് അത്യാഗ്രഹമായി മാറി. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അത് മാറി മടങ്ങുക. പണ്ട് നമുക്ക് വേണ്ടി നമുക്ക് മുമ്പേ കടന്നുപോയി അനവധി വിശുദ്ധന്മാരുണ്ട്, അനവധി ദാസന്മാരുണ്ട്. അവർ നമുക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ദൈവത്തിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള അനവധി ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അവരെ ഞാൻ ഒരുപാട് മാതൃകയാക്കി. അവർ പ്രാർത്ഥിച്ചതോ ദൈവസേന നിലവിളിച്ചും കണ്ണീരോടുകൂടി പറഞ്ഞതും അനേക ചിന്തകൾ എന്റെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ കാലഘട്ടം ചിന്തിക്കട്ടെ, കർത്താവ് അന്തപോഷിച്ച പോലെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനും ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നെ അടക്കുക കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ പ്രാർത്ഥന തുടങ്ങുക. ഇപ്പൊ ഇനി ഒരു മെയ് മാസം കൂടെ ഉണ്ടല്ലോ, മെയ് മാസം കൂടെ ചൂടുണ്ട്. ഈ മെയ് മാസം മഴ പെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയായാലും എങ്ങനെയാ? ഹല്ലേലൂയ. നമുക്ക് മാനസാന്തരപ്പെടാം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ സമയം നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന മുമ്പ് ധരിച്ച് മരുഭൂമിയിൽ ചെന്ന് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശു 40 ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ പ്രാപിച്ചിട്ട് യേശു ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ നാളുകളിൽ ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ അകത്തെ മനുഷ്യൻ ഉണർത്തിയിട്ട് നിങ്ങൾ കൃപ പ്രാപിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഓശിയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നുണ്ട്. യഹോവ വന്ന് നിങ്ങളുടെ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാനുള്ള കാലമാകുന്നുവല്ലോ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിക്കേണ്ടതിന് അവനെ അന്വേഷിക്കാനുള്ള കാലമാണ്. കണ്ണുകളടയ്ക്കാം. നിങ്ങൾക്ക് ഈ വചനം ഒരുപക്ഷെ വലിയ ദൂതായിട്ടും തോന്നിയില്ലെങ്കിലും കുറവുകൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, സാഹചര്യങ്ങൾ.
അത് നിങ്ങൾ ആ സാഹചര്യം കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങളതിനെ മാറ്റിയിട്ട് മടങ്ങി വേണം. യഹോശാഫാത്തിന്റെ കാലഘട്ടത്തിലെ പോലെ ഒരു ഉണർവ് ഉണ്ടാകാൻ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി യഹോശാഫാത്തിനും യഹൂദ ജനത്തിനെതിരെ വലിയൊരു സൈന്യം മോവാബിനോട് വന്നപ്പോൾ തന്റെ ജടികമായ ശക്തിയിലും സൈന്യത്തിനും ആശ്രയിക്കാതെ യഹൂദി ഇതെല്ലാവരും വിളിച്ചു വരുത്തി ഇസ്രായേലിന് കർത്താവിൻ ജനം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് സ്തോത്രം യഹോശാഫാത്തിന് നേരെ വന്ന അമോന്യ സൈന്യത്തെ അരാമ്യ സൈന്യത്തെ തമ്മിൽ പൊരുതുവാൻ അവരെ പരസ്പരം തിരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭ ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിച്ച് ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരങ്ങൾ, അനാചാരങ്ങൾ, അധാർമിക കുലപാതകങ്ങൾ, രക്തചൊരിച്ചുകൾ എന്ന് വേണ്ട സകല തിന്മയിൽ നിന്ന് കേരളത്തിന്റെ ഭാരതത്തിൽ ലോക രാജ്യങ്ങളെ വിടുതലിന് വേണ്ടി ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും, മടങ്ങിലും പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളും സമാധാന സ്വസ്ഥതയുണ്ടാകട്ടെ. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ജനം മടങ്ങിയിട്ട് മദ്യവും മയക്കുമരുന്നും ലഹരിപദാർത്ഥം, ചൂതാട്ടങ്ങളും, ജനികതയും, വ്യഭിചാരവും, പരിസംഗവും, കുലപാതകങ്ങളും എല്ലാം പെരുകും ഈ ഭൂമിയിൽ. കർത്താവേ, ജനം മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട് ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലമകത്തു എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.